അതുവരെ ശരി. പക്ഷേ ആ ചോദ്യം ഉന്നയിക്കാൻ നിൽക്കുന്ന ആളുകൾ അവരുടെ തൊഴിലിടമാണ്. ജെയ്സൺ അടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ തൊഴിലിടമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉത്തരങ്ങൾ പറയാന്നുള്ളത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി വളരെ മോശമായി പോയി എന്നുള്ളത് പറയാതെ വയ്യ. ഇതിനു മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ വേറൊരു മന്ത്രിയും ഇതുപോലുള്ള ഒരു ആക്ഷനോ ആറ്റിറ്റ്യൂഡോ മീഡിയക്കാരുടെ അടുത്ത് കാണിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പോലീസ് വേഷങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷനാണ് അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഇപ്പോഴും ആ ഒരു മെമ്മറിയിലാണ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണെങ്കിലും അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ഒരു MP ആണെന്നും അതുപോലെ തന്നെ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. മുകേഷ് MLA-ക്കെതിരെ ഒരു ആരോപണം വന്നിരുന്നു. അപ്പൊ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് CPM തീരുമാനം. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും. ഈ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കുന്നതല്ലേ, നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടുചെന്നാൽ എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക. ഞാനിതൊരു നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ സുരേഷ് ഗോപി സാർ പറയുന്നത്. ഇതെങ്ങനെയാണ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇരയാക്കിപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒരു മീഡിയമായിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സ്ത്രീകളുടെ അവസ്ഥ ഇവർ ലൗഡായി പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെയും എത്തില്ലായിരുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഇരയാക്കപ്പെട്ടുള്ള സ്ത്രീകൾ ഇതിനു മുന്നേയും പലതവണ ഇതേ വ്യക്തികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഇതേ വ്യക്തികളെ കുറിച്ച് ഇവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇവര് ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊന്നും ആരും തന്നെ ഈ കാര്യം മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തപ്പോഴാണ് ഈ ഒരു വിഷയം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മുടെ റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് നിർബന്ധിതരാകേണ്ടി വന്നത്. മാധ്യമങ്ങൾ എപ്പോഴാണ് മുകേഷ് ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? മുകേഷിനെതിരെ ആരോപണമായി വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 2 സ്ത്രീകളാണെന്ന്. ഒന്ന് മീനു മുനീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അവരാണ് മുകേഷിനെതിരെ ഇപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കംപ്ലൈന്റിൽ ജയസൂര്യ, അതുപോലെ തന്നെ ഇടവേള ബാബു തുടങ്ങി 8 പേരുടെ പേരുകളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ടെസ്സ ജോസഫ് എന്ന് പറയുന്ന ഒരു ലേഡി കൂടെ മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം മീഡിയക്കാരോട് ദേഷ്യപ്പെട്ടൊരു തെറ്റ് പറയാനും പറ്റില്ല. കാരണം ഇലക്ഷൻ ടൈമിൽ അദ്ദേഹം മോളെ പോലെ കണ്ടുവന്ന് തൊട്ടപ്പോഴത്തേനും ഈ മീഡിയക്കാർ എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത്, അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ കേസുകളാണ് കൊടുത്തതെന്നുള്ളത് നമ്മൾ ആരും മറന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പം അദ്ദേഹം ഇന്ന് അവർ വഴി മുടക്കി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാവുക. ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മയെ കുറിച്ച് ചോദിക്കുക, വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വീട്ടുകാര്യങ്ങൾ ചോദിക്കുക, ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഓഫീസ് കാര്യങ്ങൾ ചോദിക്കുക. അദ്ദേഹം എവിടെ നിന്നാണോ വരുന്നത് ആ സമയത്ത് അതിനെക്കുറിച്ച് ചോദിക്കുക എന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം വളരെ ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തെ എവിടെ നിന്നാണോ കാണുന്നത് അവിടെ വെച്ച് നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കുക, അഭിപ്രായങ്ങൾ അറിയാന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയാൻ വീട്ടുമുറ്റത്തും ഓഫീസ് കാര്യങ്ങൾ അറിയാൻ ഓഫീസ് മുറ്റത്തും കാവലിരിക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? അതുപോലെ തന്നെ അദ്ദേഹം റീസെന്റ് പറഞ്ഞിട്ടുള്ള മറ്റൊരു പൊട്ടത്തരമാണ് ആരൊക്കെ പറഞ്ഞാലും ആരൊക്കെ എതിർത്താലും ഈ ഫിലിമിൽ അഭിനയിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു. അതുപോലെ തന്നെ അദ്ദേഹം റീസെന്റ് പറഞ്ഞിട്ടുള്ള മറ്റൊരു പൊട്ടത്തരമാണ് ആരൊക്കെ പറഞ്ഞാലും ആരൊക്കെ എതിർത്താലും സിനിമയിൽ അഭിനയിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ രാജിവെച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം റീസെന്റ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ തൃശ്ശൂരുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കാതെ അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹത്തെ ജയിപ്പിച്ച് ഈ ഒരു സ്ഥാനം നേടിക്കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് ഈ ഒരു MP സ്ഥാനമോ കേന്ദ്രമന്ത്രി പദവിയോ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അമിത്ഷായുടെ അടുത്ത് പോയി തനിക്ക് ഫിലിമിൽ അഭിനയിക്കണം എന്നുള്ള ഒരു താല്പര്യം അറിയിച്ചത്. ആരൊക്കെ എതിർത്താലും ഒറ്റക്കൊമ്പൻ അഭിനയിക്കും എന്നുള്ള ഒരു നിലപാടിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പം MP ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണ്ടേ നമ്മളൊരു സ്ഥാനത്തേക്ക് കയറിയിരിക്കാനായിട്ട്. നമ്മളൊരു സ്ഥാനത്ത് കയറിയിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ അറിയാതാണോ ഇദ്ദേഹം MP ആയിട്ട് സ്ഥാനം ഏറ്റിട്ടുള്ളത്? MP ആയി കഴിയുന്ന സമയത്ത് വേറൊരു പ്രൊഫഷനും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയാനാണ്? ഇദ്ദേഹം ജയിച്ച് MP ആയ സമയത്ത് അദ്ദേഹത്തിന്റെ പാർട്ടി നോക്കാതെ സന്തോഷിച്ച ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൽ അത്രയും ഒരു പ്രതീക്ഷ കേരളത്തിലെ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം MP ആയതിനു ശേഷമാണ് കേരളത്തെ നടുക്കിയിട്ടുള്ള ഒരു വയനാട് ദുരന്തം നടന്നിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നമ്മുടെ പ്രൈം മിനിസ്റ്ററെയും കൂട്ടി വയനാട് സന്ദർശിച്ചു എന്നല്ലാതെ അദ്ദേഹം എന്താണ് വയനാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു സഹായം അദ്ദേഹത്തിന് വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൽ നമ്മൾ അർപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രതീക്ഷക്ക് മങ്ങലേൽക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പെരുമാറിയിട്ടുണ്ടായിരുന്നത്. വയനാടിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും ദേഷ്യപ്പെടുന്ന ഒരു സുരേഷ് ഗോപിയാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യമല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങയുടെ പാർട്ടി നോക്കാതെ, അങ്ങയുടെ ജാതിയോ മതമോ ഒന്നും സ്നേഹിക്കാതെ ഒരുപാട് ആൾക്കാർ അങ്ങയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങയിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ അതുകൊണ്ട് അവരുടെ പ്രതീക്ഷകളൊന്നും തകർക്കാതെ അവരെ പ്രതീക്ഷക്കൊത്ത് അങ്ങേക്ക് പ്രവർത്തിക്കാനാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.